സൈനിക ക്യാന്റീനിൽ വിൽക്കുന്ന സാധനങ്ങളെല്ലാം മെയ്ഡ് ഇൻ ഇന്ത്യ. ഇറക്കുമതി നിർത്തിയിട്ട് 4 വർഷം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് സൈനിക ക്യാന്റീനുകൾ. സൈനികർക്കും വിമുക്ത ഭടന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ വിൽക്കുന്ന ക്യാന്റീൻ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഔട്ട്ലെറ്റുകളിൽ ഇറക്കുമതി ചെയ്ത വസ്തുക്കളുടെ വിൽപ്പന നിർത്തിയിട്ട് 4 വർഷമാകുന്നു. ഇന്ന് ക്യാന്റീനിൽ വിൽക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും രാജ്യത്ത് തന്നെ നിർമ്മിക്കുന്നവയാണ്. ഇതാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ സംഭവത്തിന് കൂടുതൽ പ്രചോദനമായി മാറിയതെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമായി 2020 ഒക്ടോബറിലാണ് പ്രതിരോധ മന്ത്രാലയം ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ ക്യാന്റീനിൽ വിൽക്കുന്നത് നിരോധിച്ചത്. രാജ്യത്തുടനീളമുള്ള CSD ഔട്ട്ലെറ്റുകളിൽ നേരിട്ട് ഇറക്കുമതി ചെയ്ത 431 ഇനങ്ങളുടെ വിൽപ്പനയാണ് 2020 മുതൽ നിർത്തിവെച്ചത്. ഈ തീരുമാനം ഗുണകരമായ രീതിയിലാണ് പ്രതിഫലിച്ചത്. കാരണം പല കമ്പനികളും അവരുടെ ഉൽപ്പാദനം ഇന്ത്യയിലേക്ക് മാറ്റി. തൽഫലമായി നിരോധിക്കപ്പെട്ട 421 ഇനങ്ങളിൽ 255 എണ്ണം വീണ്ടും തിരികെ ക്യാന്റീൻ ഔട്ട്ലെറ്റുകളിൽ എത്തിത്തുടങ്ങി. കാറുകൾ, ഇരുചക്ര വാഹനങ്ങൾ, മദ്യം, വൈറ്റ് ഗുഡ്സ്, വീട്ടിലേക്കുള്ള അവശ്യ സാധനങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, ലഗേജ്, വാച്ചുകൾ, പാദരക്ഷകൾ, സ്റ്റേഷനറികൾ, മറ്റ് പൊതു ഇനങ്ങൾ എന്നിങ്ങനെ എല്ലാം ക്യാന്റീനുകളിൽ ലഭ്യമാണ്. പ്രതിവർഷം 1000 കോടിയുടെ സാധനങ്ങൾ ക്യാന്റീനിൽ വിറ്റഴിക്കുന്നുണ്ട്. ടെലിവിഷൻ സെറ്റുകൾ, റെഫ്രിജറേറ്ററുകൾ, സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ, സ്പോർട്സ് ഷൂകൾ, സൺഗ്ലാസുകൾ, ടേബിൾ ഫാനുകൾ എന്നിവയുടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും വീണ്ടും ക്യാന്റീനുകളിൽ വിൽപ്പന ആരംഭിച്ചു. വിവിധ മേഖലകളിൽ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സൈനിക ക്യാന്റീനുകളിലും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഊന്നൽ നൽകിയത്.